ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2008 റിലീസായ ത്രില്ലർ മിസ്റ്ററി കൊറിയൻ സീരിയൽ കില്ലർ മൂവിയായ ദി ചേസർ. ശരി, നമുക്ക് മൂവിയിലോട്ട് പോകാം. ഓക്കെ, ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണ് കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. കുറച്ചു നേരം കഴിഞ്ഞതും ഈ പെണ്ണ് സംസാരിച്ചുകൊണ്ട് കാറിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവൾ എത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു കസ്റ്റമറിനോടായിരുന്നു. ആ കസ്റ്റമർ അങ്ങോട്ടിപ്പോ വരുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഇവളുടെ കാറിൽ കയറി ആ കസ്റ്റമറിന്റെ അപ്പാർട്ട്മെന്റ് ഏരിയയിലോട്ട് പോകുന്നു. ഈ കാറും ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ആ കസ്റ്റമറിന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്ന പോലെ കാണിച്ച് ഈ സീൻ കട്ട് ചെയ്യുന്നു. അവിടെ പാർക്ക് ചെയ്ത കാർ അവിടെ തന്നെ 2 ദിവസമായി കിടക്കുന്നത് കണ്ടതും ആ ഏരിയ റൗണ്ട്സിന് വന്ന പോലീസ് കാർ നമ്പർ നോട്ട് ചെയ്ത് ഓണറിനെ വിളിക്കുന്നു. ഓണർ അങ്ങോട്ട് വരുന്നു. ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. നായകനും സിഗരറ്റും വലിച്ചുകൊണ്ട് ആ ഏരിയ മൊത്തം ചുറ്റി നോക്കുന്നു. ഒരുമാതിരി ചിരിച്ചുകൊണ്ട് കാണാണ്ട് പോയ ആ പെണ്ണിനോട് പറയുന്നത് പോലെ, നിന്നെ എന്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കാറും അവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഒരു മൊട്ടത്തലയനെ കാണിക്കുന്നു. ഈ മൊട്ടത്തലയൻ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തനാണ്. അയാളും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഓരോ കാറിൽ ഞങ്ങളെ വിശ്വസിച്ചു പോ എന്ന് പറഞ്ഞ് പോസ്റ്റർ ഉണ്ടാക്കി അതിൽ കമ്പനിയുടെ പേരും നമ്പറും കൊടുത്തിട്ട് കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ കുറെ ന്യൂഡ് ഫോട്ടോസും ഓരോ കാറിന്റെ കണ്ണാടിന്റെ സൈഡിൽ തിരികെ വെച്ചിട്ട് ഇയാൾ നേരെ ഓഫീസിലോട്ട് പോകുന്നു. ഓഫീസിന്റെ ഉള്ളിൽ നോക്കിയ നായകൻ അവിടെ ഇരിക്കുന്നു. അവസാനം പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ഈ തൊഴിൽ ചെയ്യുന്നത് തന്നെ നായകനാണ്. നായകന്റെ അസിസ്റ്റന്റ് ആണ് ഈ മൊട്ടത്തലയൻ. ഇപ്പോഴത്തെ സൈഡിൽ നായകൻ ആരോടോ ഫോണിൽ കൂടി കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ പ്ലീസ് ചേട്ടാ, കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ച പൈസ മുഴുവനും തരാം. എന്താണ് കാരണം എന്നറിയില്ല. കുറച്ചു ദിവസമായി എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നു. ഇപ്പൊ തന്നെ റീസെന്റ് ആയി 2 ദിവസത്തിന് മുമ്പ് ഒരു പെണ്ണ് ഒളിച്ചോടിയിട്ട് അവളുടെ കാറ് ഞാനാണ് പോയി എടുത്തത്. ഇപ്പൊ മനസ്സിലായോ? ഫസ്റ്റ് ഒരു പെണ്ണ് കാണാണ്ട് പോയില്ലേ, ആ പെണ്ണും നായകന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നായകനും എങ്ങനെയൊക്കെയോ കെഞ്ചി കാല് പിടിച്ച് എങ്ങനെയോ അയാളെ സമാധാനിപ്പിക്കുന്നു. ശരിക്കും ആ പെണ്ണിന് എന്താണ് സംഭവിച്ചത് എന്ന് നായകനോ നമുക്കും അറിയില്ല. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായകൻ വേറൊരു പെണ്ണിനെ ഒരു സ്ഥലത്തോട്ട് അയച്ചിരുന്നു. അവിടെ എന്തോ ഒരു പ്രശ്നമായിട്ട് നായകനെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. ആ പ്രശ്നം തീർത്ത് തിരിച്ചു വന്നോണ്ടിരിക്കുന്ന സമയത്ത് മൊട്ടത്തലയന്റെ അടുത്ത് നിന്ന് നായകന് കോൾ വരുന്നു. അയാൾ നായകനോട് പറയുന്നത്, ഒരു കസ്റ്റമർ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്, നിങ്ങൾ അയക്കുന്ന ഒരു പെണ്ണിനെയും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനും നമ്മുടെ കയ്യിലുള്ള എത്രയോ പെണ്ണുങ്ങളെ ഞാൻ അയാളുടെ അടുത്തോട്ട് അയച്ചിട്ടും അയാളും പിന്നെയും ഒരു പെണ്ണിനെയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അയക്കാൻ വേറൊരു പെണ്ണു പോലും ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യുക? ഇത് കേട്ടത് നായകൻ, ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗി ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, അവളെ അയാളുടെ അടുത്തോട്ട് അയച്ചിരുന്നു എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതോ മൊട്ടത്തലയൻ ആ പെണ്ണിന് സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുകയാണ്. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഈ പറഞ്ഞ പെണ്ണിനെ കാണിക്കുന്നു. ഇവളാണ് നമ്മുടെ പടത്തിലെ നായിക. നായികയ്ക്ക് ഒരു ചെറിയ മോളുണ്ട്. ഇവൾക്ക് ശരിക്കും സുഖമില്ലാണ്ടിരിക്കുകയാണ്. നായികയുടെ മോളാണ് ഇവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. നായിക മരുന്ന് കഴിച്ചതിന് ശേഷം നായകൻ ഇവളെ വിളിക്കുന്നു. ഇവളും കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. നായകനാണെങ്കിൽ പണമാണ് മുഖ്യം, അസുഖമാണ്, വരാൻ പറ്റൂല എന്ന് എന്തൊക്കെ പറഞ്ഞാലും നായകൻ അതൊന്നും കേൾക്കില്ല. നായകയും എനിക്ക് വയ്യായികയാണ്, തീരെ വരാൻ പറ്റൂല എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാണ്ട് നായകൻ, നീ ഇപ്പൊ വന്നില്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന പൈസ പോലും നിനക്ക് കിട്ടാണ്ട് പോകും, അങ്ങനെ വേണോ അതോ നീ വരുന്നോ എന്ന് പറഞ്ഞ് നായികയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇത് കേട്ടോ നായക, ശരി ഞാൻ വന്നേക്കാ എന്ന് പറഞ്ഞ് ഇഷ്ടമല്ലാണ്ട് സമ്മതിച്ച് റെഡിയായി കസ്റ്റമറെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകൻ ഓഫീസിലോട്ട് പോയി ഏതവനാണ് കംപ്ലൈന്റ് ചെയ്തത്, ഇത്രയും പെണ്ണുങ്ങൾ അയച്ചിട്ടും ഒരു പെണ്ണിനെയും വേണ്ട എന്ന് പറഞ്ഞവൻ ആരാണ് എന്ന് നോക്കാനായി ഫോൺ എടുത്ത് ആ കസ്റ്റമറിന്റെ ലാസ്റ്റ് നമ്പർ നോക്കുന്നു. ആ നമ്പർ 4885 അവസാനിക്കുന്നു. ഈ നമ്പർ കണ്ടതും നായകൻ എന്തോ ഒരു സംശയം വരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഈ നമ്പർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നായകൻ അവന്റെ പഴയ റെക്കോർഡ് ബുക്ക് എടുത്ത് നോക്കുന്നു. റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കസ്റ്റമേഴ്സ് ഇവരെ വിളിക്കുന്നു അവരുടെ ലാസ്റ്റ് നമ്പറും അവർക്ക് അയക്കുന്ന പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസും എഴുതി വെക്കുന്ന ബുക്കാണിത്. ആ റെക്കോർഡ് ബുക്കിൽ 4885 എന്ന നമ്പറും ഉണ്ട്. കൂട്ടത്തിൽ ഇയാളുടെ അടുത്തോട്ട് അയച്ച പെണ്ണുങ്ങളുടെ പേരും ഉണ്ട്. ഇയാളുടെ അടുത്തോട്ട് അയക്കുന്ന പെണ്ണുങ്ങളാണ് റീസെന്റ് ആയി കാണാണ്ട് പോകുന്നത്. ഇത് കണ്ടോ നായകൻ, അപ്പോ ഇവനാണ് ഈ പെണ്ണുങ്ങളെ എന്തോ ഒന്ന് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇപ്പൊ നായികയും അയാളുടെ അടുത്തോട്ടാണ് പോയിരിക്കുന്നത്. ഇത് കണ്ടോ നായകൻ വേഗം നായികയ്ക്ക് കോൾ ചെയ്യുന്നു. നായകനും നീ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചത് നായിക ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നു. കാരണം നായികയ്ക്ക് അഡ്രസ് അറിയില്ല. ഇത് കേട്ടോ നായകൻ, നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഇപ്പൊ കസ്റ്റമറുടെ വീട്ടിലോട്ട് പോകൂലേ, ആ സമയം നീ കുളിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി എനിക്ക് നീ ആ വീടിന്റെ
അഡ്രസ് അയക്കണം. ഞാൻ അപ്പൊ തന്നെ ആ ഏരിയയിൽ ഉണ്ടാകും. ഈ കാര്യം നീ കസ്റ്റമറിനോട് അറിഞ്ഞതായി കാണിക്കരുത് എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. നായകനും അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രോയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഹാൻഡ് കഫ് എടുക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, നായകൻ ഒരു എക്സ് പോലീസ് ഓഫീസർ ആണ് എന്ന്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായികയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലയന്റിനെയും കാണിക്കുന്നു. ഇയാളെ മനസ്സിലായോ? സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് കൊണ്ടുപോയില്ലേ, ആ പെണ്ണെ കാണാണ്ട് പോയില്ലേ, അത് ഇയാളായിരുന്നു. ഇപ്പൊ ഇയാളും നായികയും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളും കാറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്യാൻ പറയുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകനെയും കാണിക്കുന്നു. നായകനും ഓഫീസിൽ നിന്ന് ഇറങ്ങി നായിക പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നായികയെ കാണിക്കുന്നു. നായികയും കാറിൽ നിന്ന് പുറത്തിറങ്ങി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് ദൂരം നടക്കാനുള്ള ഡിസ്റ്റൻസിലാണ് ഈ കസ്റ്റമറിന്റെ വീട് തന്നെ ഉള്ളത്. അതുകൂടാണ്ട് വീടാണെങ്കിലോ ഒരു കാടിന്റെ നടുക്കുള്ളത് പോലെയാണ്. വീട് നിറച്ചും കാട് പിടിച്ചു കിടക്കുന്നു. നായിക ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നു. വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറിയതും ഒരു പട്ടി അങ്ങോട്ട് ഓടി വരുന്നു. ഈ പട്ടീനെ കാണുമ്പോൾ ഇയാളാണ് ഈ പട്ടീന്റെ ഓണർ എന്ന് തോന്നൂല. ഇതൊക്കെ കാണുമ്പോൾ നായികയ്ക്ക് കൂടുതൽ പേടിയാകുന്നു. ഒരു ഭാഗത്ത് നായകൻ ഇവളെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ നായികയ്ക്ക് പേടി കൂടുന്നു. നായികയും പേടിച്ചുകൊണ്ട് അയാളുടെ പുറകെ വീടിന്റെ അകത്തോട്ട് കയറുന്നു. അതേസമയം ഇപ്പുറത്ത് നായിക പറഞ്ഞ സ്ഥലത്തോട്ട് നായകൻ വരുന്നു. നായികയുടെ കാറും അയാൾ കണ്ടുപിടിക്കുന്നു. ഇവളുടെ കാറിന്റെ പുറകിൽ നായകൻ കാറ് പാർക്ക് ചെയ്ത് നായികയുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം വീടിന്റെ അകത്ത് നായികയെ കാണിക്കുന്നു. നായകൻ പറഞ്ഞതുപോലെ എനിക്കൊന്ന് കുളിക്കണം, ബാത്റൂം എവിടെയാണ് എന്ന് ചോദിച്ചതും അയാൾ ആ സൈഡിലുണ്ട് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുന്നു. നായികയും ബാത്റൂമിന്റെ അകത്ത് കയറി കുളിക്കുന്ന പോലെ കാണിച്ച് പൈപ്പെല്ലാം തുറന്നു വെച്ചിട്ട് ഫോൺ എടുത്ത് നായകന് അവള് കണ്ട എല്ലാ ഡീറ്റെയിൽസും വെച്ച് നായകന് മെസ്സേജ് അയക്കുന്നു. ഈ സമയത്താണ് എല്ലാ നെറ്റ്വർക്കും പണി തരുന്നത്. ആ ടൈമിൽ നെറ്റ്വർക്കും വർക്ക് ചെയ്യുന്നില്ല. ഇവള് ടൈപ്പ് ചെയ്ത മെസ്സേജ് നായകന് പോവാണ്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നായകയും ഫോൺ എടുത്തുകൊണ്ട് ബാത്റൂമിന്റെ ഓരോ മൂലയിലും പോയി സിഗ്നൽ കിട്ടുന്നുണ്ടോ, മെസ്സേജ് പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കഷ്ടകാലം എന്ന് പറയാ, ആ മെസ്സേജ് പോകുന്നേ ഇല്ല. നായകയും സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ബാത്ത് ടബിന്റെ സൈഡിൽ ചോരയോടെ ഒരു മുടിക്കെട്ട് കാണുന്നു. ഇത് കണ്ടത് നായിക ഷോക്കായി വാ പൊത്തി പിടിച്ചുകൊണ്ട് ഒച്ചത്തിൽ കരയുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് മനസ്സിൽ പറഞ്ഞ് മുഖമൊക്കെ തുടച്ച് പേടി പുറത്ത് കാണിക്കാത്ത രീതിയിൽ വാതിൽ തുറന്ന് പുറത്തോട്ട് വരുന്നു. കസ്റ്റമറിനെ നോക്കി ഞാൻ ഒരു സാധനം കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി, ഞാനത് പോയി എടുത്തിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചതും അതിന് കസ്റ്റമർ അതിനെന്താ പോയി എടുത്തിട്ട് വന്നോ എന്ന് കൂളായി പറയുന്നു. നായികയും നടന്നുപോയി പുറത്തോട്ട് പോകുന്ന വാതിലിന്റെ ഫ്രണ്ടിൽ പോയി ഷോക്കായി നിൽക്കുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ ആ വാതിൽ ഒരു വലിയ പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഇപ്പുറത്തെ സൈഡിൽ നായകനെ കാണിക്കുന്നു. നായകനും കുറെ നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നായികയുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ ഇല്ല. നായകനും കുറച്ചു നേരം കഴിഞ്ഞ് അവളെ വിളിച്ചു നോക്കുന്നു. പക്ഷെ ആ കോൾ ആണെങ്കിലോ പോകുന്നേ ഇല്ല. ഇപ്പുറത്തെ സൈഡിൽ നായികയെ കാണിക്കുന്നു. അവളുടെ കയ്യും കാലും വായും കൂട്ടി കെട്ടി വെച്ചിരിക്കുന്നു. ഇവളെ കൂട്ടിക്കൊണ്ടു വന്ന ക്ലയന്റ് ഇപ്പോ ഷഡ്ഡിപ്പൊക്കത്ത് കയ്യിലൊരു ടൂൾ ബാഗും എടുത്തുകൊണ്ട് നായികയുടെ സൈഡിൽ വന്നിരിക്കുന്നു. ഇത്രയും നേരം അപ്പാവയായിരുന്ന ഇയാള് ഇപ്പോഴാണ് അയാളുടെ തനി രൂപം കാണിക്കുന്നത്. ഇയാൾ ഒരു സൈക്കോ സീരിയൽ കില്ലർ ആയിരുന്നു. പക്ഷെ ഇത് നായിക അറിഞ്ഞു വന്നതും നേരവും വൈകിപ്പോയി ഈ സീരിയൽ കില്ലറിന്റെ കയ്യിൽ തന്നെ പെട്ടുപോയി. ആ സീരിയൽ കില്ലറും നായികയെ നോക്കിയിട്ട് ഇതുപോലെയാണ് നിന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഓരോ പെണ്ണുങ്ങളെ ഞാൻ കൊന്നുകൊണ്ടിരുന്നത്, അവരെത്ര നല്ല രീതിയിലാണ് സഹകരിച്ചതെന്നറിയോ, നീയോ അവരെ പോലെ സഹകരിക്കുകയാണ് വേദന ഇല്ലാണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ആ ടൂൾ ബാഗിൽ നിന്ന് ഉളിയും ചുറ്റികയും എടുത്ത് നായികയുടെ തലയന്റെ പൊക്കത്ത് വെച്ച് അടിക്കാനായി പോയതും നായിക മര്യാദയ്ക്ക് കിടക്കാണ്ട് തലയിട്ട് അങ്ങോട്ടിങ്ങോട്ട് ആട്ടിയതും ആ അടി നേരെ ആ കില്ലറിന്റെ കൈക്കിട്ട് തന്നെ കിട്ടുന്നു. ഇത് കണ്ടതും ആ സീരിയൽ കില്ലർ ചൂടായി ഞാൻ പറഞ്ഞിട്ട് നീ മര്യാദയ്ക്ക് കേൾക്കൂല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിക വെച്ച് അവളുടെ തലയ്ക്ക് തന്നെ വീശി വീശി അടിക്കുന്നു. നായികയുടെ തല പൊട്ടി ചോര വന്ന് നായികയുടെ ബോധം തന്നെ പോകുന്നു. ഈ സീരിയൽ കില്ലറും നായികയെ കൊല്ലാനായി ചുറ്റിക ഓങ്ങിയതും താഴെ നിന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ടതും ഈ സീരിയൽ കില്ലർ സമാധാനത്തിൽ ഒന്ന് കൊല്ലാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇയാളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴോട്ട് ഓടുന്നു. താഴെ പോയി നോക്കിയാൽ ഗേറ്റിന്റെ അവിടെയായി പ്രായമായ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയും നിൽക്കുന്നു. ഈ പ്രായമായ ആൾക്കാരും സീരിയൽ കില്ലറിനെ നോക്കി പാർക്ക് എന്താണ് ഈ ഇടയായി ചർച്ചിലൊന്നും വരുന്നത് കാണുന്നില്ല, പാർക്ക് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ഈ സീരിയൽ കില്ലർ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് ആള് മാറിക്കാണും, എന്നിട്ടും പ്രായമായവർ ഇത് പാർക്കിന്റെ വീടല്ലേ എന്ന് ചോദിച്ചതും ഇത് കേട്ട സീരിയൽ കില്ലർ ഓൾറെഡി ഞാൻ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇതിനു മുമ്പ് ഈ വീട്ടിലൊരു പട്ടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ പ്രായമായവരെ കണ്ടതും ആ പട്ടി ഇവന്റെ മുന്നിലോട്ട് ഓടി വരുന്നു. ഈ പട്ടീനെ കണ്ടതും അവർ ഇത് പാർക്കിന്റെ പട്ടിയല്ലേ, ആകെ മൊത്തം നമുക്ക് മനസ്സിലാകുന്നത് പാർക്ക് എന്ന് പറയുന്ന ഒരുത്തൻ താമസിച്ച വീടായിരുന്നു ഇത്. അയാൾ
അയാളെ കൊന്നുകളഞ്ഞിട്ട് അയാൾക്ക് പകരമായി ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ സീരിയൽ കില്ലർ ആണ്. പക്ഷേ ഇതൊന്നും അറിയാതെ ഈ പ്രായമായവർ പിന്നെയും ചോദ്യം ചോദിക്കുന്നത് കണ്ടതും അതുകൂടാണ്ട് ഇപ്പൊ ഈ പട്ടീനെയും കൂടി കണ്ടതും എന്തോ ഇവിടെ ശരിയില്ല എന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും കാറിൽ കയറി അവിടെ നിന്നും പോകാനായി നോക്കിയതും സീരിയൽ കില്ലർ ഇവരുടെ പുറകെ ഓടി വന്ന് നിങ്ങൾ പാർക്കിനെ തേടിയല്ലേ വന്നത്, ഞാൻ പറയാൻ മറന്നുപോയി, പാർക്ക് ഉള്ളിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് സീരിയൽ കില്ലർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തോട്ട് പോകുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകൻ നായികയെ തെരഞ്ഞുകൊണ്ട് ആ ഏരിയ മൊത്തം ചുറ്റിക്കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയും നായികയുടെ ഒരു വിവരം പോലും ഇല്ല. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ സീരിയൽ കില്ലർ വീടിന്റെ അകത്തോട്ട് കൂട്ടിക്കൊള്ളും കൊണ്ടുപോയ പ്രായമായവരെ കാണിക്കുന്നു. ഇവനും അവരോട് സമാധാനത്തിൽ സംസാരിച്ച് പറഞ്ഞു വിടുമെന്ന് വിചാരിച്ചാൽ ഒരു ചുറ്റിക എടുത്തോണ്ട് വന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങനെ ഒരു പേരിൽ ഒരാൾ ഇവിടെ ഇല്ല എന്ന്, പിന്നെ എന്തിനാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചുറ്റിക വെച്ച് അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം ഈ പ്രായമായ ആൾക്കാർ ഓടിച്ചോണ്ട് വന്ന കാർ നാളെ അതൊരു പ്രശ്നമായി മാറരുത് എന്ന് കരുതി ആ കാർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയിടണം എന്ന് വിചാരിച്ച് ഈ സീരിയൽ കില്ലറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് താക്കോല് കാറിന്റെ സീറ്റിലോട്ട് എടുത്തിട്ടിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സീരിയൽ കില്ലറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന കാറുമായി ഈ കാറ് കൂട്ടിയിടിക്കുന്നു. ഓപ്പോസിറ്റ് കാറ് ഓടിച്ചു വന്നത് തന്നെ നായകനാണ്. നായകനും കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഈ സീരിയൽ കില്ലർ വണ്ടി ഇടിച്ചത് കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായി അവന്റെ പേരും ഡീറ്റെയിൽസും വാങ്ങാനായി ഈ സീരിയൽ കില്ലറിന്റെ കാറിന്റെ അടുത്തോട്ട് പോകുന്നു. നായകൻ പെണ്ണുങ്ങളെ കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് അയക്കുമ്പോൾ ആ കസ്റ്റമറിന്റെ ഫേസോ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസോ ഒന്നും നായകൻ അറിയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സീരിയൽ കില്ലർ ഇത്ര അടുത്ത് വന്നിട്ട് പോലും നായകന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നായകനും അവന്റെ ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സീരിയൽ കില്ലർ നമ്പർ കൊടുക്കാതെ ഈ കാർ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയിടണോ എന്ന് കരുതി നായകൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ നായകൻ ഇയാളെ സൂക്ഷിച്ചു നോക്കിയതും ഇയാളുടെ ഷർട്ടിൽ ചോരക്കറ കണ്ടതും എന്തോ ഒരു പന്തികേട് തോന്നി ഫോൺ എടുത്ത് 4885 എന്ന നമ്പർ അവസാനിക്കുന്ന കസ്റ്റമറിനെ വിളിക്കുന്നു. ആ സമയം കാറിന്റെ ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നു. ഇത് കേട്ടതും നായകൻ അപ്പൊ നീയാണല്ലേ അവൻ എന്ന് പറഞ്ഞ് ഡ്രൈവർ സീറ്റിലോട്ട് പോയി അവനെ പിടിച്ച് പുറത്തെടുക്കാനായി നോക്കിയതും ഇത് കണ്ട് പേടിച്ച സീരിയൽ കില്ലർ കാറിന്റെ ബാക്ക് ഡോർ വഴി ഇറങ്ങി പുറത്തോട്ട് രക്ഷപ്പെട്ട് ഓടുന്നു. ഇത് കണ്ടതും നായകനും അവന്റെ പുറകെ ഓടുന്നു. ഈ ചേസിങ് ഒരു 5 മിനിറ്റോളം ഉണ്ട്. ആ ചേസിങ്ങിന്റെ ഇടയിൽ നായകൻ എങ്ങനെയോ ആ സീരിയൽ കില്ലറിനെ പിടിച്ച് ആ സീരിയൽ കില്ലറിന്റെ മുഖത്ത് തന്നെ വീശി കുത്തിയിട്ട് ആ സീരിയൽ കില്ലറിനെ തീരെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ പേഴ്സ് എടുക്കുന്നു. ആ പേഴ്സിന്റെ ഉള്ളിൽ അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പക്ഷെ അവന്റെ അഡ്രസ് കൃത്യമായി കൊടുത്തിട്ടില്ല. നായകനും സീരിയൽ കില്ലറിനെ നോക്കിയിട്ട് നീ ഇപ്പൊ എവിടെ നിന്ന് വന്നോ, അങ്ങോട്ടേക്ക് എന്നെ ഇപ്പൊ കൂട്ടിക്കൊണ്ടും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നായകന്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഹാൻഡ് കഫ് എടുത്ത് അവന്റെ 2 കൈയും ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നായകൻ ഈ സീരിയൽ കില്ലറിനെ എടുത്ത് ഇവരുടെ കാറ് എവിടെ ആക്സിഡന്റ് ആയോ അങ്ങോട്ടേക്ക് പോകുന്നു. നായകനും ആ സീരിയൽ കില്ലറിനെ ഉള്ളിലിരുത്തി കാർ എടുക്കാനായി ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്തതും അങ്ങോട്ടേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നു. ആ പോലീസ് ഓഫീസറും നായകനെ നോക്കി എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് കുനിഞ്ഞ് കാറിന്റെ ഉള്ളിലോട്ട് നോക്കിയതും കാറിന്റെ ഉള്ളിൽ സീരിയൽ കില്ലർ ഹാൻഡ് കഫോടെ ഇരിക്കുന്നത് കണ്ടതും അതുകൂടാണ്ട് അയാളുടെ മുഖത്ത് ഇത്ര ചതവും കൂടി കണ്ടപ്പോൾ ഇത് സാധാരണ ഒരു പ്രശ്നമല്ല എന്ന് കണ്ടതും ആ പോലീസ് ഓഫീസർ വേറെ പോലീസ് ഓഫീസർമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ടുപേരും പോലീസ് കാറിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്ന കാറും കൂടെയുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലോട്ട് കയറിയത് നായകൻ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറെ നോക്കിയിട്ട് എന്റെ കയ്യിലുള്ള 3 പെണ്ണുങ്ങളെ ഇവൻ ആർക്കോ വിറ്റു, അതെന്തിനു വിറ്റു, ആർക്ക് വിറ്റു എന്ന് എനിക്കറിയണം എന്ന് ആ പോലീസ് ഓഫീസറിനോട് പറയുന്നു. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഈ സീരിയൽ കില്ലറിനെ നോക്കിയിട്ട് നീ അവരെ ആർക്കാണ് വിറ്റത് എന്ന് ചോദിച്ചതും സീരിയൽ കില്ലർ പോലീസുകാരെ നോക്കി പരിഹസിച്ചുകൊണ്ട് ഞാൻ എന്തിനാ അവരെ വിൽക്കണം, ഞാൻ അവരെ വിറ്റൊന്നുമില്ല, ഞാൻ അവരെ കൊന്നു കളഞ്ഞു എന്ന് ഭയങ്കര കൂളായി പറയുന്നു. എന്നിവൻ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ഷോക്കായി പോകുന്നു. ഇങ്ങനെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇവർ വലിയ പൊസിഷനിലുള്ള ആൾക്കാരുടെ അടുത്തോട്ട് ഈ മെസ്സേജ് അയക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഈ സംഭവം അറിഞ്ഞ് ഈ പോലീസ് സ്റ്റേഷന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ നായകൻ എക്സ് പോലീസ് ഓഫീസർ ആണ് എന്ന്. ക്യാപ്റ്റൻ നായകനെ കണ്ടതും നീ ഇവിടെ എന്ത് ചെയ്യാണ്, അതിരിക്കട്ടെ ആ കില്ലർ എന്ന് പറയുന്ന അവനെവിടെ എന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ എല്ലാം കില്ലറിനെ ചൂണ്ടിക്കാണിക്കുന്നു. കില്ലറും ഇപ്പൊ അവനാണ് കൊല ചെയ്തത് എന്ന് സമ്മതിച്ചില്ലേ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാപ്പ് ഓഫ് മർഡർ
മർഡർ കേസ് ഒന്നുണ്ടായിരുന്നു. അതിൽ 3 പെണ്ണുങ്ങളെ ഒരു സീരിയൽ കില്ലർ കൊന്നിരുന്നു. ആ മർഡർ ഇവനാണോ ചെയ്തതെന്ന് അവനോട് ചോദിച്ചതും ഒരു കൂസലില്ലാണ്ട് അത് ഞാനാ ചെയ്തത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ക്യാപ്റ്റൻ ഇവൻ ഞങ്ങളുടെ കൂടെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞതും ക്യാപ്റ്റനും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ഒരു തല്ലുണ്ടാകുന്നു. പോലീസുകാർ പറയുന്നത് ഇവരാണ് ആദ്യം ഈ സീരിയൽ കില്ലറിനെ പിടിച്ചത്. ക്യാപ്റ്റൻ പറയുന്നത് ഇവൻ ഞങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തല്ല് പിടിക്കുന്നു. ഇത് സോൾവ് ചെയ്യാനായി ഇവരുടെ സീനിയർ തന്നെ അങ്ങോട്ട് വരുന്നു. സീനിയറും അങ്ങോട്ട് വന്നിട്ട് ആരാണ് ആ സീരിയൽ കില്ലർ എന്ന് ചോദിച്ചതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും സീരിയൽ കില്ലറിനെ കൈ ചൂണ്ടുന്നു. അയാളും സീരിയൽ കില്ലറിന്റെ മുഖം കണ്ടതും നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? പ്രതിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ അവരുടെ ശരീരത്തിൽ ഒരു മുറിവോ പോറലോ ഒന്നും ഉണ്ടാവരുത്. മര്യാദയ്ക്ക് ക്യാപ്റ്റന്റെ കയ്യിലോട്ട് തന്നെ ഇവനെ കൊടുത്തോ എന്ന് പറഞ്ഞ് സീനിയർ ക്യാപ്റ്റനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നു. സീനിയറും ക്യാപ്റ്റനെ നോക്കി ആരാണോ പ്രതിനെ ഉപദ്രവിച്ചത് അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ആരെ ഞാൻ വെറുതെ വെക്കൂല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് സീനിയർ അവിടെ നിന്നും പോകുന്നു. ക്യാപ്റ്റനും പോലീസ് സ്റ്റേഷനിൽ പോയി ആരാണ് ആ പ്രതിനെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുന്നു. പക്ഷെ അവിടെയുള്ള എല്ലാവരും നായകനെയാണ് കൈ ചൂണ്ടുന്നത്. ക്യാപ്റ്റനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് നായകനെ നോക്കി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ഓഫീസിലോട്ട് വാ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അവിടെ നിന്നും പോകുന്നു. നായകനും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവന്റെ കാറിന്റെ അടുത്തോട്ട് പോകുന്നു. അവിടെ ഈ സീരിയൽ കില്ലർ ഓടിച്ചോണ്ട് വന്ന കാർ കിടക്കുന്നു. പക്ഷെ നായകൻ അറിയില്ല അത് ആ സീരിയൽ കില്ലറുടെ കാറല്ല, ആ പ്രായമായ അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെയും കാറാണ് എന്ന്. ഇതറിയാതെ നായകൻ ഡോറ് തുറന്ന് ആ കാറിന്റെ ഉള്ളിലോട്ട് കയറുന്നു. നായകനും ആ കാറ് മൊത്തം തിരയുന്നു. ആ കാറിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പേപ്പേഴ്സ് കിട്ടുന്നു. ആ പേപ്പറിൽ ഈ കാറിന്റെ ഓണേഴ്സിന്റെ അഡ്രസ് കിട്ടുന്നു ഇവന്. ഇതായിരിക്കും ആ സീരിയൽ കില്ലറിന്റെ വീടിന്റെ അഡ്രസ് എന്ന് നായകൻ വിചാരിക്കുന്നു. ആ സമയം നായകൻ സീറ്റിന്റെ അടിയിൽ ഒരു താക്കോൽ കെട്ട് കാണുന്നു. നായകന്റെ കാറും ഈ സീരിയൽ കില്ലറിന്റെ കാറും കൂട്ടിയിടിച്ച സമയത്ത് ഈ താക്കോല് സീറ്റിന്റെ അടിയിലോട്ട് വീണു പോയതാണ്. നായകനും ആ താക്കോലും പേപ്പേഴ്സും ഒക്കെ എടുത്ത് പ്രായമായ ആൾക്കാരുടെ കാറല്ലേ ഇത്, അപ്പൊ അവരുടെ അഡ്രസ്സാണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇതറിയാതെ നായകൻ ആ പേപ്പറിൽ ഉണ്ടായിരുന്ന അഡ്രസ്സിലോട്ട് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡീന്റെ അടുത്ത് പേപ്പറും താക്കോലും കാണിച്ച് ഇത് ആരുടെയാണ് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. ആ ലേഡി പേപ്പറും താക്കോലും കണ്ടിട്ട് ആ കാറിന്റെ ഓണർ ഈ വീട്ടിൽ താമസിക്കുന്ന പ്രായമായ ആൾക്കാരുടെയാണ്. പക്ഷെ ഈ താക്കോൽ ആരുടെയാണ് എന്ന് എനിക്കറിയില്ല. കുറച്ചു മുമ്പാണ് രണ്ടുപേരും കൂടി എന്തൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് കേട്ടത് നായകന് വേറൊരു ക്ലൂവും കിട്ടാത്തതുകൊണ്ട് നായകൻ അവിടുന്ന് സങ്കടപ്പെട്ട് ഇറങ്ങുന്നു. അതിനുശേഷം നായകൻ നായികയുടെ കാർ എവിടെ പാർക്ക് ചെയ്തോ അങ്ങോട്ട് പോയി അവന്റെ അസിസ്റ്റന്റിനെയും അങ്ങോട്ട് വിളിക്കുന്നു. ആ മൊട്ടത്തലയും വന്നതും നായകനും അവന്റെ കയ്യിലോട്ട് ആ താക്കോലും പേപ്പറും കൊടുത്തിട്ട് ഈ താക്കോല് ഈ ഏരിയയിലുള്ള ഏതൊരു വീടിന്റെ താക്കോലാണ്, നീ ഈ താക്കോല് ഏത് വീടിന്റെയാണ് എന്ന് എനിക്ക് കണ്ടുപിടിച്ചു തരണം എന്ന് നായകൻ അവനോട് പറയുന്നു. പക്ഷെ ഇത് കേൾക്കുന്ന ഈ മൊട്ടത്തലയന് എങ്ങനെയാണെന്നാൽ അന്ന് ഒരിക്കൽ നമ്മളൊരു മാളിൽ പോയില്ലേ, ആ മാളിന്റെ ഏറ്റവും അവസാനത്തെ മൂലയിൽ ഒരുത്തൻ ഇരുന്നില്ലേ ചെക്ക് ഷർട്ട് ഇട്ട, അവനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതിന് തുല്യമാണ്. ഒരു കെട്ട് താക്കോൽ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ ഈ താക്കോൽ എടുത്തുകൊണ്ട് എല്ലാ വീട്ടിലോട്ടും പോയി ഏത് വീടിന്റെ വാതിലിലാണോ ഈ താക്കോല് കയറുന്നത് അപ്പോ തന്നെ എന്നെ വിളിച്ചു പറയണം. ഈ ഏരിയയിൽ തന്നെ 5000 വീടുണ്ട്, അതിൽ ഏത് വീടിന്റെ താക്കോലാണ് എന്ന് പോലും അറിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നായകൻ പറഞ്ഞതുകൊണ്ട് മാത്രം വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ മൊട്ടത്തലയിൽ അത് ചെയ്യാ എന്ന് പറയുന്നു. അടുത്ത സീനിൽ നായകൻ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ നായകനെ നോക്കിയിട്ട് കൊലയാളി എന്ന് പറഞ്ഞ് ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനും പറയുന്നു അവനാണ് ഈ കൊലകളെല്ലാം ചെയ്തത് എന്ന്. പക്ഷെ അവനാണ് ഈ കൊലകൾ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു പ്രൂഫ് പോലും ഇല്ല. നമ്മുടെ നാടിന്റെ നിയമപ്രകാരം ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്താൽ ആ പ്രതിയാണ് കുറ്റങ്ങൾ ചെയ്തത് എന്ന് പറയുന്ന തെളിവുകൾ മുഴുവനും ജഡ്ജിന്റെ മുൻപിൽ ഹാജരാക്കണം. 12 അവർ കഴിഞ്ഞിട്ടാണ് എവിഡൻസ് കിട്ടുന്നതെങ്കിൽ ആ ക്രിമിനൽ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ പോലും കോടതി അയാളെ വെറുതെ വിടും. എന്നീ കാര്യങ്ങൾ നായകനും ആ പോലീസ് ഓഫീസറും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ക്യാപ്റ്റൻ ആ സീരിയൽ കില്ലറിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എത്ര പേരെയാണ് കൊലപാതകം ചെയ്തത്? നീയാണോ മാപ്പോ മർഡർ ചെയ്ത കൊലയാളി? അതിനയാൾ ഒരു കൂസലില്ലാണ്ട് ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അത് മാത്രമല്ലാണ്ട് വേറെയും 9 കൊലപാതകം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേരെ ഞാൻ ഇന്നാണ് കൊന്നത്. ഇത് കേട്ടതും ക്യാപ്റ്റൻ നീ എങ്ങനെയാണ് അവരെ കൊല്ലുന്നത് എന്ന് ചോദിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് ഞാൻ അവരുടെ തലയിൽ ചുറ്റികയും ഉളിയും വെച്ച് അവരെ അടിച്ചാണ് കൊല്ലുക, അതിനുശേഷം ഞാൻ അവരെ കമ്പിയിൽ തൂക്കും എന്ന് ഭയങ്കര രസിച്ച് രുചിച്ച് പറയുന്നു. ഇത് കേട്ടതും ക്യാപ്റ്റൻ ശരി അതൊക്കെ നിക്കട്ടെ, നീ അവരെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് ചോദിച്ചതും സീരിയൽ കില്ലർ ഒന്നും പറയാണ്ട് അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. ഈ സമയം നായകൻ അങ്ങോട്ട് വരുന്നു. നായകനും ക്യാപ്റ്റനെ നോക്കി ഇവന്റെ കയ്യിൽ എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞതും ക്യാപ്റ്റൻ നായകനെ നോക്കി അതിനിവൻ മര്യാദയ്ക്ക് എന്തെങ്കിലും മിണ്ടിയാലല്ലേ, മിണ്ടിയാൽ തന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് തന്നെ. ശരി നീ ഒരു പണി ചെയ്യേ,
നായികയുടെ വീട്ടിൽ പോയിട്ട് അവളുടെ മുടിയോ എന്തെങ്കിലും ഒരു സാമ്പിൾ എടുത്തിട്ട് ഇവന്റെ ഷർട്ടിലുള്ള ചോരക്കറയിൽ നിന്ന് സാമ്പിൾ എടുത്ത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് DNA ടെസ്റ്റിന് അയക്കാം. അഥവാ അത് അവളുടെ ബ്ലഡ് ആണെങ്കിൽ നമുക്കിനി വരുന്നിടത്ത് വെച്ച് നോക്കാം എന്ന് ക്യാപ്റ്റൻ നായകനെ നോക്കി പറയുന്നു. നായകനും അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറിനെയും കൂട്ടി നേരെ നായികയുടെ വീട്ടിലോട്ട് പോയി അവള് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചീപ്പിൽ നിന്ന് മുടി കളക്ട് ചെയ്യുന്നു. ആ സമയം നായികയുടെ വീട്ടിൽ നായികയുടെ മോള് മാത്രം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇത് കണ്ടതും നായകന് ഗിൽറ്റി ഫീലിംഗ് ആവുന്നു. അവൻ കാരണമാണ് നായികയുടെ ജീവൻ തന്നെ ഇപ്പൊ ആപത്തിലായിരിക്കുന്നത്. നായിക വരാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നായികയുടെ മോള് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടതും ആ കുഞ്ഞിനെ അവിടെ വെറുതെ നിർത്തിയിട്ട് വരാൻ മനസ്സ് തോന്നാത്തത് കൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടാണ് നായകൻ അവിടെ നിന്നും പോകുന്നത്. നായകനും ചെറിയ പെൺകുട്ടീനെയും കൂട്ടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊട്ടത്തലയനെ വിളിച്ച് ഞാൻ പറഞ്ഞ പണി എന്തായി, നീ ആ വീട് കണ്ടുപിടിച്ചോ? അതിനാ മൊട്ടത്തലയൻ ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞതും നായകൻ നമുക്ക് തീരെ സമയമില്ല, നീ എത്രയും പെട്ടെന്ന് ആ വീട് കണ്ടുപിടിക്കി എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് തന്നെ വന്നിരിക്കുകയാണ്. ആ ഹെഡും സീരിയൽ കില്ലറെ നോക്കിയിട്ട് നീ കൊലപാതകം ചെയ്ത ആൾക്കാരുടെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതിന് ഒരു ഉത്തരം പോലും പറയാണ്ട് അവൻ കല്ല് വിഴിഞ്ഞതുപോലെ അങ്ങത്തന്നെ ഇരിക്കുന്നു. നായകനും ഇപ്പുറത്തെ സൈഡിൽ അവന്റെ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായകനെ പോലെ തന്നെ വേറെയും പെണ്ണുങ്ങളെ വിറ്റ് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവിടെയുള്ള ആൾക്കാരുടെ അടുത്തോട്ട് പോയി തപ്പിത്തെരഞ്ഞ് അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഈ സീരിയൽ കില്ലർ വിളിച്ചിട്ടുണ്ടോ, ഇവന്റെ നമ്പർ അവിടെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പെണ്ണ് ഇവന്റെ അടുത്തോട്ട് പോയിട്ടുണ്ടോ, ഏതെങ്കിലും പെണ്ണ് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നോക്കിയതും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ട്. ആ പെണ്ണും സീരിയൽ കില്ലറിന്റെ അടുത്തോട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ ആ പെണ്ണ് ഇപ്പോഴും ജീവനോടെ തന്നെയാണ് ഉള്ളത്. നായകനും ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നേരെ ആ പെണ്ണിനെ പോയി കാണുന്നു. നായകനും ആ പെണ്ണിനോട് ഇവനെ പറ്റി ചോദിച്ചതും ആ പെണ്ണ് സീരിയൽ കില്ലറിനെ പറ്റി സിമ്പിൾ ആയ ഒരു കാര്യം പറയുന്നു. എറിയാൻ അറിയാത്തവന് എന്തിനാ കല്ല് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ അവന്റെ അടുത്തോട്ട് പോയപ്പോൾ അവൻ എന്നോട് ഒന്നും തോന്നിയില്ല. ഒന്നും തോന്നാത്ത ഇവന് എന്തിനാണ് പെണ്ണ് എന്ന് ദേഷ്യം കയറിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷെ അവനാണെങ്കിലോ അവിടെ വെച്ച് നിർത്താണ്ട് എപ്പോഴും എന്നെ കോൾ ചെയ്ത് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ആ കോളൊന്നും എടുക്കാറേയില്ല. പക്ഷെ ഒരു വട്ടം അവൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. അവൻ ശരീരം മൊത്തം ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വരുന്നത്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അടുത്തത് നിന്നെയായിരിക്കും ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഈ കാര്യങ്ങൾ കേട്ടതും നായകൻ പെണ്ണുങ്ങളോട് ഇവനൊരു വികാരവും തോന്നൂല, കാരണം ഇവനൊരു ഇമ്പോർട്ടഡ് ആണ്. പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മാത്രം വിളിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ സീരിയൽ കില്ലറിന്റെ വീടിന്റെ ഉള്ളു കാണിക്കുന്നു. നായികയ്ക്ക് ബോധം വന്നിരിക്കുന്നു. ഇത്ര നേരം നമ്മൾ വിചാരിച്ചത് നായിക മരിച്ചെന്നാണ്. പക്ഷെ അവളുടെ തലയ്ക്ക് അടി കിട്ടിയത് കൊണ്ട് ബോധം പോയി കിടക്കുമായിരുന്നു. നായികയും അവിടെ നിന്ന് എണീക്കാനായി ശ്രമിക്കുന്നു. നായിക ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേസമയം മൊട്ടത്തലയൻ ഓരോ സ്ഥലത്ത് പോയി താക്കോല് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു താക്കോല് വെച്ച് ഒരു ഡോറ് തുറക്കുന്നു. ഇത് കണ്ടതും ഉടനെ നായകനെ വിളിക്കുന്നു. നായകൻ അത് കേട്ടതും അപ്പോ തന്നെ അങ്ങോട്ട് വരുന്നു. നായകനും ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് ചെന്ന് നായികയോ എന്തെങ്കിലും തരത്തിൽ ക്രൈം നടന്നതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അവിടെ കാണുന്നുമില്ല. ഇത് സീരിയൽ കില്ലറിന്റെ വീടല്ല എന്നും മനസ്സിലാകുന്നു. നായകനും തെറ്റായ ഏതൊരു വീട്ടിലോട്ട് മാറി വന്നതാണ് എന്ന് മനസ്സിലാക്കി വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയതും ഈ വീടിന്റെ ശരിക്കുള്ള ഓണർ നായകനെ മുന്നിലോട്ട് വരുന്നു. ഇയാള് നായകനെ അടിക്കുകയോ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു നിന്നതും ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി നടക്കുന്നു. നായകനൊന്നും ചെയ്യാണ്ട് അയാള് നായകനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഇത് കണ്ടതും നായകൻ ഇവൻ ആ സീരിയൽ കില്ലറിന്റെ കൂടെയുള്ള ഒരുത്തനാണ്, അവനെ വെറുതെ വിടരുത്, അവനെ പിടിക്കുക എന്ന് പറഞ്ഞ് മൊട്ടത്തലയിലും നായകനും അവന്റെ പുറകെ ഓടുന്നു. അവന്റെ പുറകെ ഓടി അവനെ പിടിച്ചടിച്ച് നായകൻ അവന്റെ മുഖം ചതച്ച് തിരിച്ച് അവന്റെ വീടിന്റെ ഉള്ളിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. നായകനും അവനെ അടിച്ച് അവന്റെ വായിൽ നിന്ന് സത്യം കൊണ്ടുവരാൻ നോക്കുന്നു. അതേസമയം ഇപ്പുറത്ത് കാറിന്റെ ഉള്ളിലിരുന്ന നായികയുടെ മോള് അവളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഫ്രണ്ടിൽ അവളുടെ അമ്മേനെ പോലെ ഇരിക്കുന്ന ഒരാള് പാസ് ചെയ്ത് പോയതും അത് അമ്മയല്ലേ എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങി അവളുടെ അമ്മേനെ പോലെ ഇരുന്ന ലേഡി വന്ന സ്ഥലത്തോട്ട് ഓടുന്നു. ഇത് ആ കുഞ്ഞിന് വന്ന ഇലൂഷൻ ആയിരുന്നു. ഈ കാര്യങ്ങളൊന്നും അറിയാതെ നായകൻ വീടിന്റെ അകത്തിരുന്ന് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളും ഇപ്പൊ സത്യം പറയുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവനും ഒരുമിച്ചായിരുന്നു ജയിലിലുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ നിന്ന് റിലീസ് ആയപ്പോൾ അവനെ താമസിക്കാനായി ഒരു സ്ഥലം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനാണ് അവനെ 2 ആഴ്ച
ഒരാഴ്ചത്തേക്ക് ഈ റൂം താമസിക്കാനായി കൊടുത്തത്. അതിനുശേഷം അവൻ എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്യാണ് എന്ന് പോലും എനിക്കറിയില്ല. ഇതാണ് സത്യം, എനിക്ക് വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നായകന് മുമ്പിൽ കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. നായകനും ഇവൻ പറയുന്നത് സത്യമാണ് എന്ന് വിചാരിച്ച് ആ റൂം മൊത്തം ചുറ്റി നോക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മതിലിൽ എന്തോ ഒരു ഡ്രോയിങ് കാണുന്നു. നായകനും ആ ഡ്രോയിങ് നോക്കിയിട്ട് ഇത് ആരാണ് വരച്ചത് എന്ന് ചോദിക്കുന്നു. അതിനയാൾ സീരിയൽ കില്ലർ ആണ് വരച്ചത് എന്ന് പറയുന്നു. അവൻ എന്തൊക്കെയോ മതിലിൽ കുത്തി വരയ്ക്കാറുണ്ടായിരുന്നു. നായകനും ആ മതിലിലുണ്ടായിരുന്ന എല്ലാ പേപ്പറും മാറ്റി ആ ഡ്രോയിങ് നോക്കുന്നു. നായകനും ആ ഡ്രോയിങ് സൂക്ഷിച്ചു നോക്കുന്നു. പക്ഷെ നായകന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ഈ സീരിയൽ കില്ലറിനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാനായി വന്നിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറും സീരിയൽ കില്ലറിനെ നോക്കിയിട്ട് നീ പെണ്ണുങ്ങളെ മാത്രം എന്തിനാണ് കൊല്ലുന്നത്? അപ്പോഴും അവൻ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടെന്നു ആ ഡോക്ടർ അവനെ കൂടുതൽ ദേഷ്യം കയറ്റിപ്പിക്കാനായി, ഞാനും എത്രയോ സീരിയൽ കില്ലറിനെ കണ്ടിട്ടുണ്ട്. നീ പെണ്ണുങ്ങളെ മാത്രം തേടി കൊല്ലുന്നത് നിനക്ക് അവരോട് ഒരു വികാരം തോന്നാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നീ പെണ്ണുങ്ങളെ മാത്രം വിളിച്ചോണം കൊണ്ട് നിനക്കൊന്നും തോന്നാത്തത് കൊണ്ട് അവരെ ഭയങ്കര ബ്രൂട്ടലായി കൊല്ലുന്നത്? ശരിക്കും ഇതാണ് സത്യം. ഡോക്ടർ അവനെ നോക്കിയിട്ട് നീ ഒരു ഇമ്പോർട്ടഡ് അല്ലേ എന്ന് സീരിയൽ കില്ലറെ നോക്കി പറഞ്ഞതും ഇത് കേട്ട് ടെൻഷനായ സീരിയൽ കില്ലർ ആ ഡോക്ടറിനെ നേരെ ചാടി അയാളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനായി നോക്കുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസറും ഈ സീരിയൽ കില്ലറിനെ പിടിച്ചു മാറ്റാനായി നോക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകൻ ഡ്രോയിങ് കണ്ടിട്ട് അവനൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് തിരിച്ച് കാറിലോട്ട് തന്നെ വരുന്നു. കാറിൽ വന്ന് നോക്കിയതും ആ ചെറിയ കുട്ടി കാറിന്റെ ഉള്ളിലില്ല. ഓൾറെഡി വലിയൊരു പ്രശ്നത്തിലാണ്. അതിന്റെ ഇടയിൽ ഈ ചെറിയ പെണ്ണും വെറുതെ ഇരിക്കൂലേ എന്ന് പറഞ്ഞ് മൊട്ടത്തലയനും നായകനും ആ ചെറിയ കുട്ടീനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സ്ഥലത്ത് ആ ചെറിയ കുട്ടി ആക്സിഡന്റ് ആയി കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ടത് നായകന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ഓടുന്നു. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടത് നായകൻ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ സീരിയൽ കില്ലർ ആണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. ആ സമയം ആ സീരിയൽ കില്ലർ വേറെ ഒരു ഓഫീസറും ഇല്ലാണ്ട് ഒരു പെണ്ണ് ഓഫീസറിന്റെ കൂടെ ഒരു റൂമിലിരിക്കുന്നു. ഇത് കണ്ടത് നായകൻ ആ പെണ്ണ് ഓഫീസറിനെ പുറത്തോട്ട് അയച്ച് അവനെ ഭയങ്കര ബ്രൂട്ടലായി അടിക്കുന്നു. നായകൻ ഒരു എക്സ് പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞില്ലായിരുന്നു? നായകന്റെ കയ്യിൽ ഒരു പ്രതിനെ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ പ്രതിനെ ഭയങ്കര ബ്രൂട്ടലായി അടിച്ചതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു സൈക്കോ ആണ് നായകൻ. നായകൻ അടിക്കുന്ന സൗണ്ട് പുറത്ത് വരെ കേൾക്കാം. സൗണ്ട് കേട്ടതും ബാക്കിയുള്ള പോലീസ് ഓഫീസർ വരെ അങ്ങോട്ട് ഓടി വരുന്നു. റൂമിന്റെ ഉള്ളിൽ നായകനാണ് എന്ന് അറിഞ്ഞതും എല്ലാരും അവിടുന്ന് മാറുന്നു. കാരണം ഓൾറെഡി അവർക്ക് അറിയാം എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന്. കുറച്ചു നേരം കഴിഞ്ഞത് നായകൻ ഡോറ് തുറന്ന് പുറത്തോട്ട് വരുന്നു. അടിച്ചടിയിൽ സീരിയൽ കില്ലർ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് നായകനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയൊരു പോലീസ് ടീം തന്നെ ചേർന്ന് അങ്ങോട്ട് പോയി എല്ലാ ഭാഗവും കുഴിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ബോഡി പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടു നായകൻ അവൻ എന്നെ പറ്റിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി ഈ കാര്യം ക്യാപ്റ്റനോടും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറിനോടും പറയുന്നു. ഇത് കേട്ടതും ക്യാപ്റ്റൻ ചൂടായി, നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇനി കേൾക്കൂല, ഇപ്പൊ ഞങ്ങൾ പറയുന്ന നീ കേക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും ആർഗ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ പോലീസ് ഹെഡ് കില്ലറിനെ അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ ജഡ്ജ് ഇതുവരെ അയാളാണ് പ്രതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെളിവ് പോലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് തരേണ്ടത്? അതുകൂടാണ്ട് 12 അവർ വരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എന്ത് പേരിലാണ് നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് തരേണ്ടത്? അതുകൂടാണ്ട് പ്രതിയാണ് എന്ന് പറയുന്ന അയാളുടെ മുഖം ഒന്ന് നോക്ക്. പ്രതിയാണോ അല്ലയോ എന്ന് തെളിവ് പോലും ഇല്ലാതെ ആരാണ് ഇയാൾ ഇങ്ങനെ അടിച്ചത്? ഫസ്റ്റ് ആ അടിച്ച ആൾ അറസ്റ്റ്. ഇത് നമ്മുടെ നിയമത്തിന് തന്നെ എതിരാണ്. പ്രതി എന്ന് പറയുന്നവനെ റിലീസ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞതും ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ റിയാക്ഷൻ നടക്കുന്നു. പോലീസ് എല്ലാരും കൂടി ചേർന്ന് നായകൻ ഇപ്പൊ അറസ്റ്റ് ചെയ്യാനായി നോക്കുന്നു. ഇത് കണ്ടത് നായകൻ അവന്റെ കയ്യിൽ ഒരു കോടാലി എടുത്തിട്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇപ്പൊ പിടിക്കാൻ നോക്കുന്നത്? ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അടുത്തോട്ട് വരുന്ന ഓരോ പോലീസ് ഓഫീസറിനെയും നായകന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി വീശി അവന്റെ അടുത്തോട്ട് വരുന്ന ഓരോ പോലീസുകാരനെയും പേടിപ്പിക്കുന്നു. ആ സമയം ക്യാപ്റ്റൻ അങ്ങോട്ട് വന്ന് നമുക്ക് ഇതുവരെ അവനാണ് സീരിയൽ കില്ലർ എന്ന് പറയുന്ന ഒരു എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. അതുകൂടാണ്ട് 12 അവർ വരെ കഴിഞ്ഞു. ജഡ്ജി അയാളെ വെറുതെ വിടാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാണ്ട് അവനെ ആരാണോ അടിച്ചത് അവനെയാണ് അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് കേട്ടു നായകൻ തന്നെ കാര്യം മനസ്സിലായി. നായകനും അവിടെയുള്ള ആരുടെയും കയ്യിൽ പെടാണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാനായി നോക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസറും നായകനെ വളഞ്ഞു പിടിക്കുന്നു. നായകനെയും അറസ്റ്റ് ചെയ്ത് കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ട്രിക്ക് നടക്കുന്നു. നായകനും
വെറുതെ ഇരിക്കാണ്ട് വണ്ടി ഓടിക്കുന്നവനെ നോക്കി അവനെ വേണ്ടാത്ത വൃത്തിയോടെല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിച്ച് അവന്റെ ശ്രദ്ധ തിരിഞ്ഞ് അവൻ പുറകിലോട്ട് നോക്കാൻ വേണ്ടി നായകൻ വേണ്ടാത്ത ഓരോ വൃത്തിയേട്ട കാര്യങ്ങൾ അയാളെ നോക്കി പറഞ്ഞതും ആ ഡ്രൈവറിന് ഇത് കേട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറകിലോട്ട് തിരിഞ്ഞതും നായകൻ ആ തക്കം നോക്കി അയാളുടെ മുഖത്ത് തന്നെ വീശി ചവിട്ടുന്നു. ഇത് കാരണം വണ്ടീന്റെ ബാലൻസ് തെറ്റി വണ്ടി നേരെ റോഡ് സൈഡിലുണ്ടായിരുന്ന മരത്തിൽ പോയി ഇടിക്കുന്നു. നായകനൊഴികെ ബാക്കി എല്ലാവർക്കും അപകടം പറ്റുന്നു. നായകനും എങ്ങനെയോ ആ കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. നായകന്റെ കയ്യിലുണ്ടായിരുന്ന വെലം കഴിക്കാനായി ഒരു പോലീസ് ഓഫീസറിനെ നോക്കി താക്കോല് ചോദിക്കുന്നു. ആ പോലീസ് ഓഫീസറും താക്കോല് കൊടുക്കുന്നു. കില്ലറിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് ആ പോലീസ് ഓഫീസറിനോട് ചോദിച്ചതും അവനിപ്പോ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഇത് കേട്ടത് നായകൻ അവിടെ നിന്ന് ഓടുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ സീരിയൽ കില്ലറിനെ കാണിക്കുന്നു. അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അവനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അറിയാതെ 2 പോലീസ് ഓഫീസർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് നായികയെ കാണിക്കുന്നു. അവളുടെ കയ്യിൽ ഷാർപ്പായ എന്തോ ഒരു സാധനം കിട്ടുന്നു. അത് വെച്ച് എങ്ങനെയോ അവളുടെ കയ്യിൽ കെട്ടിയ കെട്ട് അഴിക്കാൻ നോക്കുന്നു. കുറെ സമയം കഴിഞ്ഞതും ആ കെട്ട് അവൾ എങ്ങനെയോ അഴിക്കുന്നു. നായികയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ ജനാല എന്തോ ഒരു സാധനം വെച്ച് അതിന്റെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അതിനുശേഷം അതുവഴി നായിക പുറത്തോട്ടിറങ്ങുന്നു. നായികയും എങ്ങനെയോ രക്ഷപ്പെട്ട് റോഡ് വരെ വരുന്നു. ആ സമയം ആ ഏരിയയിൽ ഒരു കട കണ്ടതും ആ കടയിൽ കയറി എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നായിക നേരെ ആ കടയിലോട്ട് കയറുന്നു. ആ കടയിൽ ഒരു ലേഡീനെ കണ്ടതും നായിക അവൾക്ക് നടന്ന എല്ലാ കാര്യങ്ങളും ആ ലേഡീനോട് പറയുന്നു. എനിക്ക് പോലീസിനെ വിളിക്കാൻ ഫോൺ വേണം എന്ന് പറഞ്ഞതും ആ ലേഡി നായികയ്ക്ക് ഫോൺ കൊടുത്ത് അവളെ ആ കടയിൽ തന്നെ ഇരുത്തുന്നു. നായിക ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം അവൾ നായകനെ വിളിക്കാനായി നോക്കുന്നു. പക്ഷെ നായകനാണെങ്കിലോ ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഇവന്റെ പോക്കറ്റിൽ റിംഗ് ചെയ്യുന്ന ഫോൺ ശ്രദ്ധിച്ചില്ല. നായകനും ഈ ഏരിയയിലോട്ടാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നായികയ്ക്ക് വലിയൊരു പണി കിട്ടുന്നത്. സീരിയൽ കില്ലറിന്റെ വീട് ഈ ഏരിയയിലല്ലേ. അവനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ആയതും നേരെ അവന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആ സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കാലിയാണ് എന്ന് കണ്ടതും ആ ഏരിയയിലുണ്ടായിരുന്ന നായിക കയറിയ കടയിലോട്ട് തന്നെ ഈ സീരിയൽ കില്ലറും കയറുന്നു. താൻ തന്നെ തന്റെ വാ കൊടുത്ത് അടി മേടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ആ സീരിയൽ കില്ലർ സിഗരറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടയിലെ ലേഡി വാ വെച്ച് മിണ്ടാണ്ടിരിക്കാണ്ട് ഒരു പെണ്ണ് സീരിയൽ കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അകത്തിരിക്കുകയാണ്. മോൻ കറക്റ്റ് സമയത്താണ് വന്നത്. ആ സീരിയൽ കില്ലർ ഈ ഏരിയയിൽ തന്നെയാണ് താമസിക്കുന്നു എന്നാണ് പറഞ്ഞത്. മോൻ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി കാവലായി ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഈ ലേഡി അവന്റെ കയ്യിൽ തന്നെ ഒരു ചുറ്റിക എടുത്തു കൊടുക്കുന്നു. ഇത് കേട്ടതും ആ സീരിയൽ കില്ലറിന്റെ മുഖം തന്നെ മാറുന്നു. അതേസമയം ഇപ്പുറത്ത് ഇവനെ ഫോളോ ചെയ്ത് വന്ന 2 പോലീസുകാര് ഈ സീരിയൽ കില്ലർ കാണാതെ ഇവൻ കയറിയ കടേന്റെ പുറത്ത് തന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പുറത്ത് നായകനും എങ്ങനെയോ കഷ്ടപ്പെട്ട് ഓടി ഈ ഏരിയയിലോട്ട് എത്തുന്നു. അകത്ത് ഈ സീരിയൽ കില്ലർ ചുറ്റിക തന്ന ആ ലേഡീനെ തന്നെ അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം നായികയുള്ള റൂമിലോട്ട് തന്നെ പോകുന്നു. സീരിയൽ കില്ലറും നായികയെ നോക്കിയിട്ട് നീയാണ് ആദ്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനോടെ പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക അവളുടെ തലയിൽ അടിക്കാൻ വേണ്ടി പൊക്കിയതും പൊതുവെ എല്ലാ പടത്തിലും കാണിക്കുന്നത് പോലെ ഈ സമയം ആരെങ്കിലും കടേന്റെ ഉള്ളിലോട്ട് വന്ന് നായികയെ ആ സീരിയൽ കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അതാരായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഡയറക്ടർ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. പൊക്കിയ ചുറ്റിക നേരെ നായികയുടെ തലയ്ക്ക് തന്നെ വീശി അടിക്കുന്നു. അവൻ അവിടെ വെച്ച് നിർത്താണ്ട് പിന്നെയും വീശി അടിക്കുന്നു. നായികയും ആ ഫോഴ്സിൽ അവിടെ തന്നെ ചെരിഞ്ഞു വീഴുന്നു. അവളുടെ അവസാനത്തെ ശ്വാസത്തിൽ അവളുടെ മോള് അവളുടെ കൺമുൻപിൽ വന്ന് ചിരിച്ചു നിൽക്കുന്നത് പോലെ അത് കണ്ടോണ്ടാണ് നായിക മരിക്കുന്നത്. ആ റൂം മൊത്തം ചോര തെറിക്കുന്നു. ഈ സീരിയൽ കില്ലറും അവളെ കൊന്നതിന് ശേഷം അവളുടെ ബോഡി എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കുറെ നേരം ആയിട്ടും ആ സീരിയൽ കില്ലർ കടേന്റെ ഉള്ളിലോട്ട് പോയിട്ട് തിരിച്ചു വരാത്തത് കാണാത്തത് കൊണ്ട് കടേന്റെ ഉള്ളിൽ കയറി നോക്കിയതും കടേന്റെ ഓണർ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ടതും പോലീസുകാര് വേഗം ഒരു വലിയൊരു ടീമിനെ തന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. ആ സമയം നായകൻ അങ്ങോട്ടെത്തുന്നു. നായകനും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ആ കടേന്റെ അകത്തോട്ട് കയറാനായി നോക്കുന്നു. ഇത് കണ്ടതും നായികയ്ക്കും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നായകന് മനസ്സിലാകുന്നു. നായകനും ആ കടേന്റെ ഉള്ളിലോട്ട് കയറാനായി വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നു. അതേസമയം ഇപ്പുറത്ത് ആ സീരിയൽ കില്ലറിന്റെ വീട് കാണിക്കുന്നു. അവനും നായകയുടെ ബോഡി പാർട്ടായി വെട്ടി തല വേറെ, കൈ വേറെ, കാല് വേറെ എന്ന് ഓരോ ഭാഗങ്ങളാക്കി തല അവിടെ ഉണ്ടായിരുന്ന ഫിഷ് ടാങ്കിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ്. ഈ സീരിയൽ കില്ലറും അത് കണ്ടോണ്ട് രസിച്ച് അവിടെ കിടക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ഇവനാണ് സീരിയൽ കില്ലർ എന്ന് അറിഞ്ഞതും അവൻ എങ്ങനെയെങ്കിലും പിടിക്കാനായി എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇത്രയും നേരം ഇവരുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ട് അവൻ പാവാണ് എന്ന് പറഞ്ഞ് സീരിയൽ കില്ലറിനെ റിലീസ് ചെയ്ത് ഇപ്പൊ 2 കൊലപാതകം ചെയ്തപ്പോഴാണ് അവൻ ആരാണ് എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതേസമയം നായകൻ ഒരു സമാധാനവും കിട്ടാണ്ട് ആ സീരിയൽ കില്ലറിനെ എവിടെ വെച്ച് കണ്ടോ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലോട്ട് പോയി ആ പള്ളിയുടെ മുൻപിലുണ്ടായിരുന്ന കുരിശിലോട്ട് നോക്കി ആ സീരിയൽ കില്ലറിനെ പിടിക്കാനായി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്നെ നായകന് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ആ കുരിശും നായകൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതേ രീതിയിലായിരുന്നു അന്ന് ഒരുത്തന്റെ വീട്ടിൽ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്ന ഡ്രോയിങ്ങിൽ അന്ന് നായകന് ആ ഡ്രോയിങ് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ നായകന് രണ്ടും അച്ചടിച്ച പോലെ ഒരേപോലെ ഇരിക്കുന്നു. ഇത് കണ്ടതും നായകൻ നേരെ പള്ളിന്റെ ഉള്ളിലോട്ട് പോയി ഫാദറിനെ പോയി കാണുന്നു. നായകന്റെ കയ്യിൽ ഓൾറെഡി ആ സീരിയൽ കില്ലറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ. ഫാദറിനെ കാണിച്ചതും ഫാദറിന് അറിയുന്ന കാര്യങ്ങൾ നായകനോട് പറയുന്നു. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പാർക്ക് എന്ന് പറയുന്ന ഒരുത്തന്റെ വീട്ടിലോട്ട് പോയില്ലേ, അയാളുടെ വീട്ടിലാണ് ഇപ്പൊ ഈ സീരിയൽ കില്ലർ എന്നെ നിൽക്കുന്നത്. ആ പാർക്ക് എന്ന് പറയുന്നവനെയാണ് ഈ സീരിയൽ കില്ലർ എന്നെ കൊന്നു കളഞ്ഞത്. ഫാദറും പാർക്കിന്റെ കൂടെയാണ് ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ വേണമെങ്കിൽ അയാളുടെ അഡ്രസ്സ് വേണേ എഴുതി തരാം എന്ന് പറഞ്ഞ് പാർക്കിന്റെ വീടിന്റെ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നു. നായകനും നേരെ ആ അഡ്രസ്സിലോട്ട് പോകുന്നു. ഇത് തന്നെയാണോ വീട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നായകന്റെ കയ്യിൽ തന്നെ ഒരു കെട്ട് താക്കോലുണ്ടല്ലോ, അതിൽ ഓരോ താക്കോൽ എടുത്ത് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു താക്കോല് ആ ഡോറ് ഓപ്പൺ ചെയ്യുന്നു. വാതിൽ തുറന്ന് അകത്തോട്ട് പോയതും സീരിയൽ കില്ലർ കോട്ടും സൂട്ടും ഇട്ട് ഒരുങ്ങി നിൽക്കുന്നു. ഇത് കണ്ടതും നായകൻ മോനെങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി പോകുന്നത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ സീരിയൽ കില്ലറിന്റെ കഴുത്തിലുണ്ടായിരുന്ന ടൈ പിടിച്ച് വലിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കൊണ്ട് ഇട്ട് പൊതിരയിട്ട് തല്ലുന്നു. തല്ലി ആ സീരിയൽ കില്ലറിന്റെ പാതി ബോധം പോയ സമയത്ത് നായകൻ ആ വീടിന്റെ അകം മൊത്തം ചുറ്റി നോക്കുന്നു. ആ സമയം ഫിഷ് ടാങ്കിൽ നായകയുടെ തല മാത്രം കണ്ടതും ഇത് കണ്ട് നായകൻ തന്നെ ഷോക്ക് ആകുന്നു. നീ അവളെ കൊന്നു കളഞ്ഞേലേ എന്ന് പറഞ്ഞ് നായകൻ തിരിഞ്ഞതും സീരിയൽ കില്ലർ പുറകിന്ന് നായകൻ അടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വീശി അടിക്കുന്നു. ഒരു ഘട്ടത്തിൽ നായകന്റെ കയ്യിൽ എവിടെ നിന്നോ ഒരു ചുറ്റിക കിട്ടിയതും നിന്നെ ഞാൻ വെറുതെ ജീവനോടെ വിടൂല എന്ന് പറഞ്ഞ് ചുറ്റിക ഓങ്ങിയതും ആ നേരം തന്നെ പോലീസുകാരെല്ലാരും അങ്ങോട്ട് വരുന്നു. നായകൻ ഈ കോലത്തിൽ കണ്ടതും പോലീസുകാരെല്ലാരും ഷോക്കാകുന്നു. ഇവൻ എങ്ങനെ നമുക്ക് മുൻപേ എത്തി എന്ന് ഷോക്കായി നിൽക്കാണ്. നായകനെയും സീരിയൽ കില്ലറിനെ അടിച്ചു കൊല്ലാതിരിക്കാനായി അവനെ പിടിച്ചു മാറ്റുന്നു. നായകനും എന്നെ വെറുതെ വിട്, എനിക്ക് അവനെ കൊല്ലണം എന്ന് പറഞ്ഞ് വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കുന്നു. പോലീസുകാരും സീരിയൽ കില്ലറിന്റെ അടുത്തോട്ട് പോയി അയാൾക്ക് ജീവനുണ്ടോ അതോ ചത്തോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നു. നടന്ന അടിയിൽ ഫിഷ് ടാങ്ക് പൊട്ടി നായകയുടെ തല നേരെ നായകന്റെ മുൻപിലോട്ട് തന്നെ വീഴുന്നു. ഇത് കണ്ടത് നായകൻ പൊട്ടിക്കരയുന്നു. അടുത്ത സീനിൽ സീരിയൽ കില്ലർ കൊന്നുകളഞ്ഞ എല്ലാ ആൾക്കാരുടെ ബോഡി ഈ വീടിന്റെ മുൻപിൽ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. പോലീസുകാരും അതെങ്ങനെയോ കണ്ടുപിടിച്ച് ഓരോ ബോഡികളായി പുറത്തോട്ട് എടുത്തോണ്ടിരിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായകൻ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയിരിക്കുന്നത്. നായകനും നായികയുടെ മോളുടെ ബെഡിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് ഞാൻ കാരണമാണ് നിന്റെ അമ്മ മരിച്ചത്, ഞാൻ അവളെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു, അമ്മയില്ലെങ്കിൽ എന്ത്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഈ പടം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടമായി വീണ്ടും കാണാം.